ഗൈസ് ഒറ്റ മൈല് ഗവി വിട്ടാലോ? പത്തനംതിട്ടയിൽ നിന്ന് 208 രൂപേൻ്റെ ടിക്കറ്റ് എടുത്ത് കുമ്മളിക്കുള്ള ബസ്സിൽ കയറുക. ഉച്ചയ്ക്ക് 12:30 ബസ്സിനായി പോകുന്നതെങ്കിൽ ആങ്ങാമൊഴി ബ്രിഡ്ജിൻ്റെ അവിടെ 2 മണിക്ക് ഫുഡ് കഴിക്കാൻ നിർത്തും. എന്നിട്ട് ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മൾ ഫോറസ്റ്റിലേക്ക് കയറണം. ഫുഡ് കഴിച്ചിട്ടാണ് കയറുന്നത്. 12:30 പത്തനംതിട്ടയിൽ നിന്ന് കയറിയപ്പോൾ നല്ല വെയിൽ, നട്ടുച്ച നേരത്ത് നല്ല വെയിൽ. ആകെ ക്ലൈമറ്റ് ആകെ മോശമാണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഫുഡ് കഴിച്ച് കാട് കയറിയപ്പോൾ ചെറിയ ചാറ്റൽ മഴ പെയ്തു. പിന്നെ അങ്ങോട്ട് മഴ ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ ആ കാട്ടിലൂടെയുള്ള വൈബ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബ് ചെയ്യുന്നു. പിന്നെ കുറച്ചാണ്ട് കയറി ചെന്ന് ഉൾക്കാട്ടിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ഈ കോടയും കാര്യങ്ങളും കാണാൻ പറ്റിയത്. പിന്നെ ഓരോ വ്യൂ പോയിന്റിൽ ഓരോ മൃഗങ്ങൾ കാണുമ്പോൾ അവിടെയൊക്കെ നമ്മളെ ഡ്രൈവർ നിർത്തി തരും. അപ്പോൾ നമുക്ക് അതൊക്കെ ആസ്വദിച്ച് വൈബാക്കി പോവാം. മഴ പെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ നാച്ചുറലായിട്ടുള്ള പ്ലേസിലേക്ക് പോകുമ്പോൾ ഒരു വേറൊരു വൈബും വേറൊരു ഭംഗിയൊക്കെയാണ് കാണാം. പിന്നെ അവിടെ കുറേ ഡാമുകളുണ്ട്. കാക്കി ഡാം, പമ്പ ഡാം, ഗവി ഡാം, അങ്ങനെ ഓരോ ഡാമുണ്ട്. ഓരോ ഡാമിലെത്തുമ്പോഴും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡ്രൈവർ നമുക്ക് പറഞ്ഞു തരും, മുന്നിലിരുന്നാൽ കേട്ടോ. പിന്നെ ഓരോ സ്പോട്ടിലെത്തുമ്പോൾ നമുക്ക് നിർത്തി തരും. 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടോ. പിന്നെ മൃഗങ്ങളെ കാണാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചായിട്ട് അവിടെ മൃഗങ്ങൾ കുറവാണെന്നാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ കുറച്ച് മുന്നേ ഒരു കടുവ പിടിച്ചിട്ട് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഫോറസ്റ്റുകാർ ഫയറൊക്കെ ചെയ്ത് മൃഗങ്ങളൊക്കെ ഉൾക്കാട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പം നിർത്തിയത് എന്നൊക്കെ പറഞ്ഞു. എന്നാലും കുറച്ച് ഭാഗ്യമുള്ളതുകൊണ്ട് ആന, കരടി, കാട്ടുപോത്ത്, ചെങ്കീരി, മയിൽ, പന്നി അങ്ങനത്തെ കുറച്ച് ജീവികളെ കാണാൻ പറ്റി. ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോൾ KCBയുടെ ക്യാൻറ്റീനിൽ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി നിർത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടി നമുക്കൊരു 2-3 മണിക്കൂർ യാത്ര ഉണ്ട്. അത് പോകുന്നത് പെരിയാർ റിസർവ് ഫോറസ്റ്റിലൂടെയാണ്. ഇതാണ് നമ്മുടെ ഗവി. ഗവി എന്ന് പറയുന്നത് ചെറിയൊരു ജംഗ്ഷൻ. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ റൂട്ടാണ്. ഈ 6 മണിക്കൂറുള്ള ഈ യാത്ര ഉണ്ടല്ലോ, ഒരു വേറെ വൈബ് തന്നെയാണ്. അത് ആസ്വദിച്ച് എക്സ്പീരിയൻസ് ലൈഫിൽ ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും മാക്സിമം പോവുക, എക്സ്പീരിയൻസ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. ബൈ.